യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ദാരിദ്ര്യം സ്വത്തിൻ്റെ കാര്യത്തിൽ അല്ല, ആത്മീയ വിഷയങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. പാപത്തിനുള്ള പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. കാരണം അവൻ സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു. പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു, നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വയം നീതിമാനാണെന്ന് വിചാരിക്കുന്നവൻ ഈ സുവിശേഷത്തെ തിരസ്കരിക്കുന്നു. അതുകൊണ്ട് അവൻ ദൈവക്രോധത്തിൻ്റെ പാത്രമായിത്തീരുന്നു. എന്നാൽ ഹൃദയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ ആത്മീയമായി തൻ്റെ സ്ഥിതി മനസ്സിലാകുന്നു. തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ.